നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നുണ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം വേണം നിങ്ങൾ പറഞ്ഞല്ലോ. ഓക്കെ, ആ ഒരു അവസരവും ഞങ്ങൾ തരാൻ തയ്യാറാണ്. ആ അവസരത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറാവുക. ഞങ്ങൾ ഓൺലൈനായിട്ട് സമയം നിശ്ചയിച്ചുകൊണ്ട് 1-to-1 ആയിക്കൊണ്ട്, ഒരാൾക്ക് 8 ആളുകൾ എന്നല്ല, ഒരാൾക്ക് ഒരാൾ എന്ന രൂപത്തിൽ സമയം നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഫോർമാറ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട്. ആദ്യം സംസാരിക്കാൻ ഒരു 5 മിനിറ്റ് വീതം നമുക്ക് 2 പേർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പിന്നീട് 3 വീതം മിനിറ്റുകൾ എടുത്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഖണ്ഡിക്കാം. അതിനുശേഷം അവസാനം ഒരു 4 മിനിറ്റുള്ള ഒരു കൺക്ലൂഷൻ കഴിഞ്ഞ് അങ്ങനെയുള്ള ഒരു ഫോർമാറ്റ് അടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ ആയിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങൾക്ക് അതിന് വലിയ നിർബന്ധമൊന്നുമില്ല. കാരണം ആളുകൾക്ക് മുഴുവൻ ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഒരു അല്പം ചിന്തിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമ്മൾ തെളിവുകൾ സഹിതം സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി നുണ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കണം. അത് നിങ്ങളുടെ അത്രയും വലിയ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചു. നിങ്ങൾ ഓൺലൈൻ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, അത് ചർച്ച ചെയ്യാം. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി, ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. കാരണം ആളുകൾക്ക് മൊത്തം ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതല്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓൺലൈൻ ആയിട്ട് പറ്റൂല, മ്യൂട്ടാക്കണ്ട, അങ്ങനെ മ്യൂട്ടാക്കൂല എന്നുള്ള വ്യവസ്ഥയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, അത് ഇരിക്കാം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അതല്ലാതെ പിന്നെയും നിങ്ങളുടെ ആവശ്യം, നിങ്ങൾക്കാണ് ഒരു സംവാദം നടത്തി നിങ്ങൾ നുണ പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യം. അതിനുവേണ്ടി പിന്നെ മറ്റൊരു കണ്ടീഷൻ, ഇവിടെ വരണം, നേരിട്ട് തുടരണം എന്നൊക്കെ പറഞ്ഞാൽ ആ പരിപാടികളൊക്കെ അവിടെ വെച്ചാൽ മതി എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഓഫ്ലൈൻ ആയിട്ട് ഡിബേറ്റ് നടത്തുമ്പോൾ അതിന് ഒരു മിനിമം യോഗ്യത ഉണ്ട്. ഓക്കെ, പോട്ടെ, ഒരു 10 പതിറ്റാണ്ടുകളായിട്ട് വിമർശനം നടത്തുന്ന ജബ്ബാർ മാഷ പോലുള്ള ആളുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ ഒരു ബാലൻസ് ടോപ്പിക് വെച്ചുകൊണ്ട് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് ഡിബേറ്റ് ഒക്കെ നടത്താം. അതിന് അദ്ദേഹം തയ്യാറാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ അതിന് പിന്നെ നിർബന്ധിക്കുന്നില്ല. അദ്ദേഹം വരികയാണെങ്കിൽ നമുക്ക് അതുകൂടി ആലോചിക്കാം. ഓഫ്ലൈൻ ഡിബേറ്റ്സ് ഒക്കെ നമുക്ക് നോക്കാം. പക്ഷേ അതിന് മിനിമം യോഗ്യത കാണാം. ഇത് വെറും ഒരു കളവ് പറഞ്ഞുള്ള യോഗ്യതയുള്ള ഒരാൾ, ആ ഒരു യോഗ്യത മാത്രമുള്ള ഒരാളോട് ഓഫ്ലൈൻ ആയിട്ട് ഒരു ഇവന്റ് നടത്തണം, അതിന് മാത്രം ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നിങ്ങളുടെ ആവശ്യമാണ് ഇത് കളവ് പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത്. നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്കതിന് ഒരു അവസരം ഞങ്ങൾ തരികയാണ്. ഓക്കെ, നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ തരികയാണ്. അതിന് വരികയാണെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ വരിക.